എന്നാൽ എങ്ങനെയാ അണ്ണ ഇതുപോലത്തെ കഥയും കൊണ്ട് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചെല്ലുക? അണ്ണൻ പിന്നെ ഇതിന്റെ കോ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും ഇത് ധനുഷണ്ണന്റെ ഡയറക്ഷനിലുള്ള 4ാമത്തെ സിനിമയാണ്. 1ാമത്തെ പടം പാപ്പാണ്ടി, അത് നല്ല സിനിമയാണ്. 3ാമത്തെ പടം ഞാൻ കണ്ടിട്ടില്ല, ഒരു നിലാവത്ത് അഴിച്ചു വിട്ട കൊഴിയുന്നൊരു പടമുണ്ട്, അത് കണ്ടിട്ടില്ല. 2ാമത്തെ പടം രായൻ, ദുരന്തം. ധനുഷിന്റെ സിനിമകളിലൊക്കെ പുള്ളിക്കാരൻ്റെ റോളിന് ചെറിയ ക്രൈറ്റീരിയസ് ഉണ്ട്. അതായത് നല്ല ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു റോള് എല്ലാ സിനിമയിലും വേണം. അതിനുവേണ്ടി ഇത്ര ഇറക്കമുള്ള ഷർട്ട്, പിന്നെ ക്ലാസ്സിൽ ഒരു ചെറിയ ക്രഷ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറ്റി താടിയൊക്കെ വെച്ചിട്ടുള്ള വേറെ റോളും, അതും കഴിഞ്ഞിട്ട് മെച്ചുവേർഡായിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് മീശ മാത്രം വെച്ചിട്ടുള്ള റോളും, അതും കഴിഞ്ഞിട്ട് നല്ല പ്രായം ചെന്ന റോളും ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ നല്ല പ്രായത്തിൽ എടുത്ത് വീശാൻ വേണ്ടി ഒരു വടിവാളും. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം പാണ്ടി എന്നുള്ള സിനിമ നല്ലതായതുകൊണ്ട് പിന്നെ രായൻ എന്നുള്ള പടം ഇറങ്ങിയപ്പോഴും നല്ലതെന്ന് കരുതി അത് പോയി കണ്ടപ്പോൾ അതിനെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണമാണ്. ഈ രാമായണം മഹാഭാരതമൊക്കെ ഇവന്മാരെ കറന്ന് പാല് കുടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എത്ര സിനിമയാണ് ആ ഒരു സെയിം പ്ലോട്ട് വെച്ച് ഇറങ്ങിയിട്ടുള്ളത്? വെറും ഒരു അലമ്പ് സിനിമ. അത് കാണിക്കുന്ന മാസ് സീൻ എന്ന് വെച്ചാൽ അതൊക്കെ 2000ത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ തമിഴ് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ആ ലെവലിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഡ്ഡലി കടയുടെ കഥ ഈ 2000 വിട്ട് 90കളുടെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ചില ശരത് കുമാർ, വിജയകാന്തിന്റെ ഒക്കെ സിനിമകളിലുള്ള കഥ പോലത്തെ കഥ. ഇതിനകത്ത് ഈ അളിഞ്ഞ പാസവും പ്രേമൊന്നുമില്ല. ഇതിനകത്ത് നല്ല രീതിയിലുള്ള സ്നേഹമാണ്. അവൻ്റെ അച്ഛൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാവാട്ടുകാരനാണ്. പക്ഷെ ഇവൻ ഇതിനും കൂടെ നല്ല രീതിയിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ട്. അവൻ ബാങ്കോക്കിൽ പോയി നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് ആ കമ്പനിയുടെ മുതലാളിയുടെ മോളെ തന്നെ പ്രേമിച്ച് കല്യാണം വരെ ഉറപ്പിക്കും. നല്ലൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കും ഒരു നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. നാട്ടിൽ ചെന്നപ്പോൾ കൊണ്ട് തേണ്ട ആ നിത്യമേനോടെ കണ്ടു. നിത്യമേനോടെ കണ്ടപ്പോൾ തോന്നി, എന്നാൽ പിന്നെ ഇത് മതി, ഇവിടെ തന്നെ നിൽക്കുക. മറ്റേ പെണ്ണെ വിളിച്ചിട്ട് പറയും, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഫോണം കട്ട് ചെയ്യും. കേൾക്കുമ്പോൾ ഒരു തോന്നിവാസാന്ന് തോന്നിക്കും. പക്ഷേ പുള്ളി തന്നെ ന്യായീകരിച്ച് എന്തൊക്കെയോ കുറെ ക്ലാരിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. അഭിനയിക്കാൻ ഇത് കുറെ ആൾക്കാരുണ്ട്. ഒരു നാടൻ വില്ലൻ, ഒരു ഫോറിൻ വില്ലൻ. നാടൻ വില്ലനായിട്ട് സമുദ്രക്കനിയാണ്. ഒരു കാര്യമില്ല, പുള്ളി ഈ പടത്തിൽ ഇല്ലെങ്കിലൊന്നും സംഭവിക്കാനില്ല. ഫോറിൻ വില്ലനായിട്ട് അരുൺ വിജയാണ്. അരുൺ വിജയ് ആസ് യൂഷ്വൽ ഇതിലും ഓവർ ആക്ടിംഗ് ആണ്. കുറച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഇതിലെ പാട്ടൊക്കെ കൊള്ളാം, ഇമോഷണൽ സീൻസ് ഒക്കെ എടുത്തു വെച്ചേക്കുന്നതും നല്ലതാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമൊക്കെ വരും. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ പഴഞ്ഞ ഐറ്റംസ് അല്ലേ, കുറെ കണ്ടതല്ലേ. ധനുഷിനെ പോലെ ആളുടെ ഡയറക്ട് ചെയ്യുമ്പോൾ ഇമാതിരി പഴച്ച പ്ലോട്ടൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി തീരെ വെന്തിട്ടില്ല.